ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സാലേം രാജാവായ മെൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവരത് ഭക്ഷിക്കുകയോ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നതായി കാണുന്നില്ല. പുതിയ നിയമ ബലിയർപ്പണത്തിലെ അപ്പവും വീഞ്ഞും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മെൽക്കീസദേക്ക് വരുന്നത്. സാലേം രാജാവായ മെൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. പൗരോഹിത്യത്തെക്കുറിച്ച് ബൈബിളിൽ ഏറ്റവും ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. പിൽക്കാലത്ത് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള പ്രബോധനം സങ്കീർത്തനം 110:4 നാം കാണുന്നു. സങ്കീർത്തനം 110:4 നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് ശപഥം ചെയ്തു പറഞ്ഞു. ദ ലോർഡ് സ്പോക്ക് സോളംലി. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന രീതിയിൽ പുതിയ നിയമത്തിൽ പറയുന്നത് പോലുള്ള ഒരു വചനം. കർത്താവ് ശപഥം ചെയ്തു പറഞ്ഞു, നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു. ഈ വചനത്തിന് മാറ്റം ഉണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. മാറ്റമില്ലാത്ത വചനം. പ്രൈസ് ദി ലോർഡ്. മൽക്കീസദേക്ക് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോയെന്നോ വേദപുസ്തകത്തിലില്ല. അതുപോലെ ആയിരിക്കണം പുതിയ നിയമത്തിലെ പുരോഹിതൻ. അരൂപിയാൽ നയിക്കപ്പെടുന്നവനായിരിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന പുരോഹിതനായിരിക്കണം പുതിയ നിയമത്തിലെ പുരോഹിതൻ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് കത്തോലിക്ക സഭയിൽ 4.5 ലക്ഷം വൈദികരുണ്ട്, പുരോഹിതരുണ്ട്. അവർ മെൽക്കീസദേക്കിനെ പോലെ മഹാപുരോഹിതനായ യേശുവിനെ പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുമാകണം. യേശു തൻ്റെ പൗരോഹിത്യം അപ്പസ്തോലന്മാരിലേക്ക് ചൊരിഞ്ഞു. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരുമായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തില് 3-ാം തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു: പുതിയ നിയമ പൗരോഹിത്യത്തെക്കുറിച്ച് ദൈവപുത്രന് സാദൃശ്യത്തിൽ അവൻ എന്നേക്കും പുരോഹിതനാകുന്നു. ദൈവപുത്രൻ്റെ സാദൃശ്യം എന്താണ്? ദൈവപുത്രൻ്റെ സാദൃശ്യം പരിശുദ്ധാത്മാവിൽ ജനിച്ച യേശു, പാപമില്ലാത്ത ജീവിതം നയിച്ചവൻ, പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതനായവൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുള്ള പരസ്യ ജീവിതവും പ്രേക്ഷിത വേലയും ചെയ്തവൻ. ദൈവപുത്രന് സാദൃശ്യം അവൻ എന്നേക്കും പുരോഹിതനാകുന്നു. കൈകൾ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. യേശു എപ്പോഴാണ് മഹാപുരോഹിതനായത്? സുവിശേഷത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു വാക്ക് നമ്മൾ കാണുന്നില്ല. നമ്മൾ ആ വചനം കാണുന്നത് തന്നെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലാണ്.
ദൈവ തിരുവിഷ്ടമനുസരിക്കുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്യുക മാത്രമല്ല, കുരിശിൽ സ്വയം ബലിയായി തീർന്ന് മാനവ വംശം മുഴുവൻ്റെയും പാപത്തിന് പരിഹാര ബലിയായി തീർന്നവനാണ് യേശു. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. അങ്ങനെ മനുഷ്യവംശം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നവൻ, അവനാണ് മഹാപുരോഹിതനായ യേശു, സ്വയം ബലിയായി തീർന്നവൻ. അപ്പോൾ പുതിയ നിയമ പുരോഹിതനും വിശ്വാസികളായ എല്ലാവരും യേശുവിൻ്റെ ജീവിതം അനുഗമിക്കണം, യേശുവിനെ പോലെയാകണം, യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടണം. ഇതാണ് പിതാവായ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുവിഷ്ടം എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 29-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്രകാരമാണ് റോമ 8:29 പറയുന്നത്, ദൈവം വിളിച്ചവർ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. റോമ 8:29 എല്ലാവരും ഒന്ന് ഏറ്റു പറയുക. റോമ 8:29 ദൈവം വിളിച്ചവർ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടണം എന്ന് ദൈവപിതാവ് ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവപുത്രന്റെ സാദൃശ്യത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടണമെന്ന് നമ്മുടെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ലേഖനം എഴുതാനിടയായതാണ്. ഇങ്ങനെയാണ്, വിശുദ്ധന്മാരുടെ തലമുറ. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്. എനിക്കൊരു ലേഖനവും എഴുതാൻ സ്വന്തമായിട്ട് കഴിവോ സാമർഥ്യമോ ഇല്ല. പരിശുദ്ധാത്മാവ് എപ്പോഴെങ്കിലും എഴുതാനുള്ള ലേഖനത്തിൻ്റെ തലക്കെട്ട് ഉള്ളിൽ പറഞ്ഞു തരുമ്പോൾ ഒറ്റ ഇരിപ്പ് 10-20 പേജ് ആ പേനയുടെ തുമ്പിലൂടെ വരുന്നത് അങ്ങ് എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇതാണ്, വിശുദ്ധന്മാരുടെ തലമുറ. നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. പാപം ചെയ്യാൻ ആർക്കും അനുവാദമില്ല, അനുമതി തരുന്നില്ല. പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും ഓടി ഒളിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തി തരും, കൂടെ നിന്ന് സഹായിച്ച് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പുതിയ നിയമത്തിൽ പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, കൊറിന്ത്യ സഭയിലെ വിശുദ്ധരെ, റോമാ സഭയിലെ വിശുദ്ധരെ. ഇപ്പം നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ എന്ത് പറയണം? കേരള സഭയിലെ വിശുദ്ധരെ. അങ്ങനെ ആയിരിക്കണം നമ്മൾ. വിശുദ്ധരാകാനുള്ള ദൈവവിളി, അശുദ്ധിയിൽ നിന്ന് മോചനം നേടാനുള്ള ദൈവവിളിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും രോഗശാന്തികളോടും പരിശുദ്ധാത്മ അഭിഷേകത്തോടും കൂടിയുള്ള ദൈവ ശുശ്രൂഷ നമുക്കായി നൽകിക്കൊണ്ട് ഇനിയും ജീവിതത്തിൻ്റെ ഓരോ നാളിലും പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി നൽകാമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് നമ്മളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പോകുന്നത്. നമ്മൾ എവിടെയായിരുന്നാലും 2-3 പേര് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോഴും
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധ ബലി അർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥനാ കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം നല്ലവനായ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വർഷിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നമ്മുടെ മേൽ വർഷിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമ്മളിൽ ചിലർക്ക് കാൽമുട്ടുവേദനയുണ്ടായിരുന്നു, കാൽമുട്ട് വളയ്ക്കാൻ പ്രയാസമായിരുന്നു, കാൽമുട്ടിൻ്റെ ഭാഗത്തൊക്കെ നീര് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നത് തിരിച്ചറിയുക. അങ്ങനെ സൗഖ്യം കിട്ടി എന്ന അനുഭവമുള്ളവർ ഒന്ന് കൈപൊക്കി കാണിക്കുക. ദയവായിട്ട് അവരൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. കാൽമുട്ട് വേദന മാറി, കാൽമുട്ട് വളയ്ക്കാൻ പ്രയാസം മാറി, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അവർ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ മുമ്പിൽ വന്ന് നിൽക്കുക. യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു വശത്തിന് ബലക്കുറവ്, വേദന ഇവ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈപൊക്കി കാണിക്കുക. ശരീരത്തിന് ഒരു വശത്തിന് വേദന, ബലക്കുറവൊക്കെ ഉണ്ടായിരുന്നു. മടി കൂടാതെ എഴുന്നേറ്റ് നിൽക്കുക. ഉത്സാഹത്തോടെ കൈവീശി കാണിക്കുക. സൗഖ്യം കിട്ടിയവർ മുൻവശത്തേക്ക് വരിക, മുൻവശത്തേക്ക് വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ മണിക്കൂറിൽ കിട്ടിയ രോഗശാന്തിയാണിത്. ഈ ദിവസങ്ങളിൽ ഇതേ രോഗം സുഖപ്പെട്ടവരൊന്ന് കൈപൊക്കിക്കേ. കാൽമുട്ട് വേദന ഒക്കെ സുഖപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കും ഈ ഗ്രൂപ്പിനോട് വന്ന് ചേർന്ന് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുക. ശരീരത്തിൻ്റെ ഒരു വശത്തിൽ വേദന ഈ ദിവസങ്ങളിൽ സുഖപ്പെട്ടു, അവർക്കും സാക്ഷ്യം വഹിക്കുന്ന ഈ ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. മരുന്നോ ലേപന ഔഷധമോ അല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പഴയ നിയമത്തില് ജ്ഞാനത്തിൻ്റെ പുസ്തകം ബുക്ക് ഓഫ് വിസ്ഡം 16:12 പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വചനമാണ്. എന്താണ് നൽകിയിരിക്കുന്നത്? മരുന്നോ ലേപന ഔഷധമോ അല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. എല്ലാവരും ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ. മരുന്നോ ലേപന ഔഷധമോ അല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. 19 പേർ സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കൊല്ലത്തിലധികം ഉണ്ടായിരുന്ന വേദന സുഖപ്പെട്ടു. ഈ കൂട്ടത്തില് അവർ കൈപൊക്കിക്കേ. ഒരു കൊല്ലത്തിലധികം ഉണ്ടായിരുന്ന വേദന സുഖപ്പെട്ടു. ഏതാണ്ട് 10ഓളം പേര് കൈപൊക്കുന്നു. ഇപ്രകാരം സൗഖ്യം പ്രാപിച്ച ഒരു ജന്മനാ മുടന്തൻ്റെ കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തില് 4-ാം അധ്യായത്തിലും കൊടുക്കുന്നുണ്ട്. ജന്മനാ മുടന്തൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനെ നോക്കി പത്രോസ് പറഞ്ഞു, നിനക്ക് തരാനായിട്ട് എൻ്റെ കയ്യിൽ പൊന്നോ വെള്ളിയോ ഇല്ല, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് കൈ നീട്ടിക്കൊടുത്തു. കൈക്ക് പിടിച്ചവനെ പൊക്കി. മുടന്തുള്ള കാൽ തൽക്ഷണം സുഖം പ്രാപിച്ചു. 2 കാലുകളും ഒരുപോലെയായി. അവൻ നടന്നും ഓടിയും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചു എന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 5 മുതൽ 9 വരെ വാചകങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനം
4-ാം അധ്യായത്തില് അപ്പസ്തോലന്മാരെ പത്രോസിനെയും യോഹന്നാനെയും ജയിലിലിട്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം നിങ്ങൾക്കാര് ഇത് പ്രസംഗിക്കുവാനും ചെയ്യുവാനും അധികാരം നൽകി? ഇതായിരുന്നു യഹൂദ പ്രമാണികൾ ചൊടിക്കാൻ കാരണം, അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ കാരണം, അവരെ ജയിലിലടയ്ക്കാൻ കാരണം. പിറ്റേ ദിവസം അവരുടെ മുമ്പിൽ വിചാരണയ്ക്കായിട്ട് അവരെ കൊണ്ടുവന്നു. പത്രോസ് അവരോട് പറഞ്ഞു, ജനപ്രമാണികളെ, ഭരണാധികാരികളെ, ഇപ്പോൾ നടന്ന ഈ സൗഖ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നവനെ പിതാവായ ദൈവം ഉയർപ്പിച്ചവൻ യേശു ക്രിസ്തു, മറ്റൊരുവനിലും രക്ഷയില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് മുടന്തൻ സുഖപ്പെട്ട് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നത്. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന പത്രോസ് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നിറഞ്ഞ് ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിച്ചു, പ്രഘോഷിച്ചു. എല്ലാവരും വലതുകരം ഉയർത്തി ഏറ്റുപറയുക. അപ്പസ്തോല പ്രവർത്തനം 4:12. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിൻ്റെ നാമം നമ്മൾ ഏറ്റുപറയുന്നു, പ്രഘോഷിക്കുന്നു. യേശുവിൻ്റെ മുഴുവൻ ജീവിതവും നമ്മുടെ അൾത്താരയിൽ ആവർത്തിക്കുന്ന ബലിയർപ്പണത്തിന് അനന്തമായ യോഗ്യതയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കൈകളും ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. സാക്ഷ്യപ്പെടുത്താൻ വന്നവരിൽ ചിലർക്ക് 5 കൊല്ലത്തിലധികം ഉള്ള വേദന സുഖപ്പെട്ടവരുണ്ടെങ്കിൽ അവർ കൈപൊക്കിക്കേ. 5 കൊല്ലത്തിലധികം ഉള്ള വേദന. എത്ര കൊല്ലമാ? 5 കൊല്ലം. 26. ഒന്ന് 2 കൈ ഉയർത്തി ഒന്ന് കൈവച്ച് കാണിച്ചേ. 26 കൊല്ലമുള്ള വേദന സുഖപ്പെട്ടയാളാണ് ആ വശത്ത് നിൽക്കുന്ന സഹോദരി. 2 കൈ ഉയർത്തി വീശി കാണിച്ചേ സഹോദരി. 9 കൊല്ലം പഴക്കമുള്ള വേദനയാണ് സുഖപ്പെട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങേറ്റത്തുള്ള ആള് 7 കൊല്ലം പഴക്കമുള്ള വേദന സുഖപ്പെട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. 2 കൈകളും ഉയർത്തി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന യേശുവിനെ, മരിച്ചുയർത്ത കർത്താവിനെ, അരൂപിയായ ദൈവത്തെ, സർവജ്ഞാനിയും സർവശക്തനും അനന്ത സ്നേഹവുമായ ദൈവത്തെ കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ആ യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. പിതാവിൻ്റെ പക്കൽ നിന്ന് മധ്യസ്ഥം വഹിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മുടെ എല്ലാവരുടെയും മേൽ അവിടുന്ന് വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടതുകരം ചങ്കിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് അനന്ത സ്നേഹമായ ദൈവമേ, അനന്ത സ്നേഹമായ ദൈവമേ, മരിച്ചുയർത്ത കർത്താവേ, മരിച്ചുയർത്ത കർത്താവേ, ലോകം മുഴുവന്റെയും രക്ഷക, ലോകം മുഴുവന്റെയും രക്ഷക, ലോകരക്ഷക, ലോകരക്ഷക, ഏകരക്ഷക, ഏകരക്ഷക, അനന്ത സ്നേഹമായ ദൈവമേ, അനന്ത സ്നേഹമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ കോടാനുകോടി പാപികളെയും രോഗികളെയും ദുഃഖിതരെയും ബന്ധിതരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കോടാനുകോടി പാപികൾ, രോഗികൾ, ദുഃഖിതർ, ബന്ധിതർ മോചനം പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കട്ടെ, ദൈവ സ്നേഹം നിറയട്ടെ,
സ്നേഹം നിറയട്ടെ. ദൈവശക്തി അഭിഷേകം ദൈവശക്തി അഭിഷേകം കോടാനുകോടി മക്കളുടെ മേൽ കോടാനുകോടി മക്കൾ എഴുന്നള്ളി വരട്ടെ. എഴുന്നള്ളി വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹത്വം. ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി പുകഴ്ത്തുന്നു. അങ്ങയെ വാഴ്ത്തി പുകഴ്ത്തുന്നു. ഹല്ലേലൂയ. 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 വീണ്ടും കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ദൈവത്തിന് വളരെ വ്യക്തമായ, നിയതമായ, ശ്രേഷ്ഠമായ, ഉന്നതമായ പദ്ധതി ഉണ്ട് എന്ന് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നു, നാം മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. 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 അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പന്തക്കുസ്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അതിനാൽ ഇവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും എല്ലാവരിൽ നിന്നും വളരെ അകന്നാണ് ഇരിക്കുന്നതെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ അടുത്തിരിക്കാം. രോഗികളുടെയൊക്കെ അടുത്താണെങ്കിലും അകന്നിരിക്കാതെ നമ്മൾ അടുത്തിരുന്നോളുക. പന്തക്കുസ്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ദൈവം തൻ്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നത്, ഒന്ന്, വചന പ്രഘോഷണം നൽകുവാൻ, വചന പ്രബോധനം നൽകുവാൻ, ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതികളും രഹസ്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഒന്ന്. അതുപോലെ തന്നെ വളരെ പ്രധാനമായത് മറ്റൊന്നിതാണ്: ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ. ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾ ഞായറാഴ്ചകളിൽ ഒരുമിച്ച് കൂടാറുണ്ട്. ദൈവാരാധനയ്ക്കായിട്ട്, വിശുദ്ധ കുർബാന എന്ന ബലിയർപ്പിക്കാനായിട്ട്. പരമ പ്രധാനമായ ഒരു ലക്ഷ്യം ഇതാണ്: ഒന്നിച്ചുകൂടുന്ന ജനത്തിൻ്റെ മേല് പരിശുദ്ധാത്മാവിനെ വർഷിക്കുക. വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിമാനിക്കാവുന്ന, ആനന്ദിക്കാവുന്ന, ദൈവത്തെ സ്തുതിക്കാവുന്ന ഒരു വിഷയമാണ് വിശുദ്ധ കുർബാനയിൽ ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. കാലുകൾക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. ഇനിയും കുറെ പേർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം.
വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.